സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27 വാക്യം. നമുക്ക് പലപ്പോഴും വിയോജിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത വിയോജിപ്പുകളുണ്ട്. നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനേക്കാൾ ആഴമരിച്ചൊരു യഥാർത്ഥമുണ്ട്. നാം എല്ലാ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനാൽ മനുഷ്യൻ എന്ന പ്രിയപ്പെട്ട ഏക കുടുംബത്തിൻ്റെ ഭാഗവുമാണ്. ലിംഗം, വർഗം, വംശം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നിവയ്ക്ക് അതീതമായി ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ ഉൽപ്പത്തി 1:27 നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു എന്നത് അവഗണിക്കാനാവാത്ത സത്യമാണ്. മറ്റെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായാലും ദൈവം നിങ്ങളിലും എന്നിലും പ്രതിഫലിപ്പിക്കുന്നു എന്നത് സത്യം. അതിനാൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടി ജീവിച്ച് ദൈവം നിർമ്മിച്ച ഭൂമിയെ നിറയ്ക്കാനും വാഴുവാനും അവൻ നമുക്ക് ഉത്തരവാദിത്തം പങ്കിട്ട് നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവത്തെ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മറന്നു പോകുമ്പോഴെല്ലാം നമുക്ക് മറ്റുള്ളവർക്കും നാശമുണ്ടാക്കും. പക്ഷേ അവൻ്റെ കൃപയിലും സത്യത്തിലും നമ്മെ ഓർത്തുചേരുമ്പോഴെല്ലാം നല്ലത് അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായി ഒരു ലോകം സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ആഗ്രഹത്തിൽ നമ്മളും പങ്കാളികളാകുന്നു. നിങ്ങളിൽ നിന്ന് തികച്ച മെസ്സേജാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരൊക്കെയാണ്? നിങ്ങൾക്ക് പൊതുവായുള്ള ഒരു പങ്ക് വെച്ച് അവരോടൊപ്പം എങ്ങനെ സമയം ചെലവഴിക്കാം? പ്രാർത്ഥിക്കാം. ദൈവമേ, ഓരോ വ്യക്തിയും ദൈവം ഒരു ഉള്ളിൽ ഓരോ കാര്യം തന്നെയാണ് പങ്കിടുന്നതെന്ന് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പ്രത്യേകത മൂലം വിശ്വസിക്കുന്നവനാകുവാൻ പ്രയാസമാണ്. എങ്കിലും ഈ സത്യം കാണാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.